അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അർച്ചന അങ്ങോട്ടേക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ അവരെല്ലാവരും സംസാരം നിർത്തുകയാണ്. എന്താ പറ്റി, എല്ലാവരും ഒരേ സംസാരത്തിലാണല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മഞ്ജു പെട്ടെന്ന് തന്നെ പറയുകയാണ്, ആ വാടക വീടിൻ്റെ കാര്യത്തിന് ചിന്നു അഡ്വാൻസ് വാങ്ങിയിട്ട് വന്നു, അതാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ചിന്നു പറയും, ഞാൻ അമ്മയെ ഒരുപാട് തവണ വിളിച്ചിരുന്നു, അമ്മ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല എന്നിങ്ങനെ പറയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് വാങ്ങിയിട്ട് വന്നത്, എന്നെ നിർബന്ധപൂർവ്വം തന്നതാണ് എന്നിങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ശരിയാണ്, മോളുടെ ഫോണ് ഞാൻ കണ്ടിരുന്നു, പക്ഷേ എടുക്കാൻ പറ്റാത്തൊരു തിരക്കായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ വാങ്ങിയാലും മോള് വാങ്ങിയാലും കുഴപ്പമില്ലല്ലോ, ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ശരിയാക്കാം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മഞ്ജു ഇങ്ങനെ പറയേണ്ട ഇടയിൽ കയറിയിട്ട്, അതങ്ങനെ ശരിയാണ്, അയാളെക്കുറിച്ച് കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ, അതിന് ശേഷമല്ലേ എന്നെല്ലാം അങ്ങനെ മഞ്ജു പറയുന്നുണ്ട് കേട്ടോ. അതേസമയം അർച്ചന പറയുന്നുണ്ട്, ഏതായാലും ശരി, അയാൾ ഞായറാഴ്ച വരാമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ചിന്നു പറയും, അയാൾ ഞായറാഴ്ച രാവിലെ വരാം എന്നാണ് അമ്മയെ പറഞ്ഞിരിക്കുന്നത്, ബാക്കി കാര്യങ്ങളെല്ലാം പിന്നെ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അയ്യോ ഞായറാഴ്ച നമുക്ക് പറ്റില്ലല്ലോ, അച്ഛൻ്റെ ആണ്ടല്ലേ, അതിന് നമ്മൾ നേരത്തെ തന്നെ, വീട്ടിലൊരു പരിപാടിയില്ല, നേരത്തെ തന്നെ ബലിയിടാൻ പോകുമല്ലോ, അപ്പോഴെന്ത് ചെയ്യും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് ശരിയാണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ചിന്നു പറയണ്ടേ, എന്നാൽ ഞാൻ JK അങ്കിളോട് പോയി വിളിച്ച് പറയാം, അന്ന് വരണ്ട, പിന്നെ വന്നാൽ മതി എന്ന് പറയാമെന്ന് പറയുമ്പോൾ അർച്ചന പറയും, വേണ്ട, അയാൾ അന്ന് വന്നോട്ടെ, താക്കോല് കൊടുത്തിട്ട് മോള് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് ശരിയാക്കിയാൽ മതി എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് ആനന്ദനോടും മുകുന്ദനോടും പറയുകയാണ്, നിങ്ങൾ എന്താ വേണ്ടി പറഞ്ഞാൽ ആ എഗ്രിമെൻറ്റ് പേപ്പറെല്ലാം ശരിയാക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അർച്ചന അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അതേസമയം അനന്തൻ മഞ്ജുവിനോട് ചോദിക്കും, എനിക്ക് അയാൾ ഇവിടെ വന്നിരിക്കുന്നതിൽ വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾക്കാർക്കും പ്രശ്നമില്ലെങ്കിൽ പിന്നെ എനിക്ക് മാത്രമായിട്ട് എന്താ പ്രശ്നം എന്ന് മഞ്ജു പറയുകയാണ് കേട്ടോ. പിന്നീട് അർച്ചന ചിന്നുവിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. മോളെ എന്താ ചെയ്യുക, അയാൾക്ക് ആ കുടുംബത്തോട് കൂടിയിട്ടാണോ വന്നിരിക്കുന്നത്, നമ്മളെ മോളത്തെ നില വേറൊരാൾക്ക് കൊടുക്കണം എന്നാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ചിന്നു പറയണം, അയാൾക്ക് ഭാര്യയും ആരും ഇല്ലെന്ന് തോന്നുന്നു, അതൊന്നും പറഞ്ഞില്ല, അയാളുടെ ഫാമിലിയുടെ കാര്യമൊന്നും അറിയില്ല അമ്മേ, അയാൾക്ക് തനിയെ വന്നിരിക്കുന്ന കഥ എഴുതാനാണ് ഇഷ്ടം, അതുകൊണ്ട് അയാൾ തനിയെ വരുള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം സാറിനൊരു കുഞ്ഞുണ്ടായിരുന്നു, അത് 5 വയസ്സായപ്പോൾ മരിച്ചു എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്, അത്ര മാത്രമേ എനിക്ക് അറിയുള്ളൂ, ഏതായാലും വീട് വാടകയ്ക്ക് കൊടുക്കുന്ന കാര്യമല്ലേ, അതുകൊണ്ട് ഞാൻ അമ്മയെ വിളിച്ച് തരാമൊന്ന്, അമ്മ സംസാരിക്കുക എന്ന് പറയണം കേട്ടോ. അതിനുശേഷം ചിന്നു JK വിളിക്കണം. JK വിളിക്കുമ്പോൾ ഫോണേ എടുക്കില്ല JK. അതേസമയം JK മധുബാലയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നീ എന്തിനാണ് ഇന്ന് അർച്ചനയുടെ ഓഫീസിൽ പോയിട്ട് അവരോട് സംസാരിച്ചത്, നീ ഈ 2 വർഷക്കാലം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ നീ എന്തിനാണ് എൻ്റെ പിന്നിൽ ശല്യം ചെയ്യാൻ വരുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മധുബാല പറയാണ്, ഈ 2 വർഷം ഞാനൊന്നിനും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാനിപ്പോൾ അന്വേഷിച്ച് വന്നല്ലോ, നിങ്ങളും അർച്ചനയും തമ്മിൽ എത്ര വർഷത്തെ പരിചയമുണ്ട് എന്ന് എനിക്കറിയണം, അതറിയണം എന്നുള്ളത് നിർബന്ധമാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത്, പിന്നെ അവളുടെ ഓഫീസിൽ പോയി ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങളോട് അവൾ പറഞ്ഞു, നിങ്ങൾക്കത് ഒരുപാട് അപമാനം ഉണ്ടായില്ലേ, ഞാൻ ഇനിയും പോകും, ഇനിയും ഞാൻ പറയും എന്നിങ്ങനെ പറയുമ്പോൾ അവളുടെ അടുത്ത് പോയി നിൽക്കാൻ മാത്രം നിനക്ക് യോഗ്യതയില്ല, അർച്ചന എത്രമാത്രം നല്ല സ്ത്രീയാണെന്ന് നിനക്കറിയില്ല, നീ ശരിക്ക് പറയുകയാണെങ്കിൽ അവളോട് പോയി മാപ്പ് പറയണം എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ മധുബാല പറയാണ്, ഞാൻ അവളോട് പോയി എൻ്റെ പട്ടി പോലും മാപ്പ് പറയില്ല എന്നിങ്ങനെ പറയാണ്, നീയും അവളും ഒരുപാട് അനന്തരമുണ്ട് എന്നിങ്ങനെ പറയാണ്. അതേസമയം JKയും മധുബാലയും തർക്കിച്ച് നിൽക്കുകയാണ് കേട്ടോ. അവസാനം JK ദേഷ്യത്തോട് കൂടിയിട്ട് ഫോൺ വെക്കുകയാണ്. പിന്നീട് ചിന്നുമോൾ ഇങ്ങനെ പറയുകയാണ്, അമ്മേ ഞാൻ ഒന്നുകൂടി വിളിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ അർച്ചന പറയുന്നത്, ശരിയാണ്, അയാൾ ഒരുപാട് തിരക്കും ഒക്കെ ഉള്ള ആളല്ലേ, അതുകൊണ്ടായിരിക്കും മോളെ, വേറെ ആരോടെങ്കിലും ഫോണിൽ സംസാരിക്കുകയായിരിക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് ചിന്നു വിളിക്കുമ്പോൾ JK എടുക്കുകയാണ് കേട്ടോ. എന്താ മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, സാറേ എൻ്റെ അമ്മയ്ക്ക് സാറോട് സംസാരിക്കാനുണ്ട് വീടിൻ്റെ കാര്യങ്ങൾ എന്നിങ്ങനെ പറയണം. പിന്നീട് അർച്ചന വിളിച്ചിട്ട് സംസാരിക്കുകയാണ് JKയോട് കേട്ടോ. ഞായറാഴ്ച എന്തായാലും വരുന്നുണ്ട്, ഞങ്ങളിങ്ങനെ മുകളിൽ വേറൊരാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നതാണ് എന്നിങ്ങനെ പറയുമ്പോൾ JK പറയും, മുകളിലത്തെയും താഴത്തെയും വാടക എത്രയാണ് പറഞ്ഞാൽ ഞാൻ തരാം എന്ന് പറയും. ശരിയാ, എന്നാൽ ഒരു പ്രശ്നമില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം JK പറയുന്നുണ്ട്, ഞാൻ വരുന്ന കാര്യം അവിടെ ആരോടും പറയരുത് എന്നിങ്ങനെ പറയണം. ഇല്ല, ആരോടും പറയില്ല, സാർ എന്തായാലും ഞായറാഴ്ച വരൂ എന്ന് പറഞ്ഞതിന് ശേഷം അർച്ചന ഫോൺ ചെയ്യണം കേട്ടോ. അതിനുശേഷം അർച്ചന ചിന്നുമോളോട് ഇങ്ങനെ പറയുകയാണ്, JKയായിട്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം ചിന്നുമോളോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അർച്ചന. അതേസമയം അയാൾക്ക് നമ്മൾ ഞായറാഴ്ച വരുമ്പോൾ എന്തെങ്കിലും ട്രീറ്റ് കൊടുക്കേണ്ട മോളെല്ലാ കാര്യങ്ങളും അയാളോട് ചോദിക്കുക, അയാൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം എന്നല്ല ചോദിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞതിന് ശേഷം അർച്ചന അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. പിന്നീട്
വിജയശങ്കർ വന്നിട്ട് രുക്കുവിനോടും ചന്ദ്രയോടും കാര്യങ്ങളെല്ലാം പറയണം കേട്ടോ. ഇങ്ങനെ മധുബാല പറഞ്ഞ സ്ത്രീ രാവിലെ വന്ന് അർച്ചനയോട് ഒരുപാട് മോശമായി പെരുമാറി. ആ സ്ത്രീ ഒരു കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ്, ആ സ്ത്രീയുടെ ഭർത്താവ്. പക്ഷേ ഞങ്ങൾ ഏറ്റെടുത്തില്ല, അവളും അതുപോലെ ഏറ്റെടുത്തില്ല. പക്ഷേ അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് പറഞ്ഞിട്ടാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രയ്ക്ക് ആകെ മൊത്തം അവൾ വലിയ പതിവൃതിയായ സ്ത്രീയാണല്ലോ, പിന്നെ എങ്ങനെ ആയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രുക്കു ഇങ്ങനെ പറയണം, മോളെ രക്ഷിച്ചതല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് പ്രണയം തോന്നിയതായിരിക്കാം എന്നിങ്ങനെ പറയണം കേട്ടോ. എന്തായാലും ചേച്ചിയെക്കുറിച്ച് ഇങ്ങനെയൊന്നും ഞങ്ങളാരും സംശയിച്ചിട്ടില്ല. ഒരു രണ്ടാമത് കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോഴും കൂടി അവർ തയ്യാറായില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം വിജയശങ്കറോട് ചന്ദ്ര ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ശരി നിങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് അന്വേഷിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, ഞാനൊന്നും അന്വേഷിക്കുന്നില്ല, ജഗദീഷ് വക്കീലിനോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, അവനറിയും, മധുബാലയുടെ കാര്യത്തെക്കുറിച്ച് അറിയും, അതിനുശേഷം നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാമെന്ന് പറയണം കേട്ടോ. അതിനുശേഷം വിജയശങ്കർ പോവുകയാണ്. രുക്കുവിനോട് ചന്ദ്ര പറയുകയാണ്, ഏതായാലും ശരി നമുക്ക് ഇതിലൊന്ന് പിടിച്ച് കയറണം, നീ എന്തായാലും അച്ഛനോട് കാര്യങ്ങളെല്ലാം പറയണം കേട്ടോ, അവൻ്റെ ചേച്ചിയുടെ സ്വഭാവം അവനറിയട്ടെ, ഏതായാലും അവന് ചേച്ചിയുടെ നമ്പർ ചോദിച്ചു കൊണ്ടിരിക്കുകയല്ലേ, നീ ഏതായാലും അവൻ ആ നമ്പർ കൊടുത്തേക്കേ എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ രുക്ക് പറയുന്നുണ്ട്, അവർ വക്കീലാണ്, മാനനഷ്ടത്തിന് കേസ് കൊടുത്താൽ നമ്മൾ പെടും എന്നിങ്ങനെ പറയണം. അവരെന്ത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നത്, ഉള്ള കാര്യമാണ് നമ്മൾ പറയേണ്ടത് എന്നിങ്ങനെ പറയണം. ഞാൻ എന്തായാലും അച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവതരിപ്പിക്കുക, ഏതായാലും പതിവൃതിയായ സ്ത്രീയല്ലേ അവൻ്റെ ചേച്ചി, അതെന്തായാലും പൊളിച്ചു കൊടുക്കാം എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം അച്ചുവിൻ്റെ ഓഫീസിൽ അയാൾ ചോദിക്കുകയാണ്, ഫോണിന് സമയം കൊടുത്തിരിക്കുകയാണ് കേട്ടോ, എനിക്കൊരു അരമണിക്കൂറും കൂടി നിനക്ക് അധികമുണ്ട്, കാരണം എന്താണെന്നറിയോ, നിൻ്റെ ഡിസിപ്ലിനും നിൻ്റെ പെരുമാറ്റവും എല്ലാം ഒരുപാട് മെച്ചമാണ്, നിനക്ക് എവിടെ നിന്നാണ് ഇങ്ങനെ ഇത്രയും ഇങ്ങനെ പെരുമാറാൻ നമുക്ക് പഠിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ വീടാണ് എൻ്റെ കോച്ചിങ് സെൻറ്റർ, എൻ്റെ ചേച്ചിയാണ് എന്നെ എല്ലാ കാര്യത്തിനും ഇതുപോലെ സഹായിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം ആ ഓഫീസർ പറയുകയാണ്, ഏതായാലും ശരി, ഓഫീസറോട് പറയണം, നിൻ്റെ പെരുമാറ്റം ഒരുപാട് മുന്നിലാണ്, അതുകൊണ്ട് നിനക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ് പറഞ്ഞ് ചെയ്യാമെന്നിങ്ങനെ പറയുമ്പോൾ അച്ചു പറയണം, എൻ്റെ ഫാമിലി മീറ്റിൽ എൻ്റെ ചേച്ചിയെയും എൻ്റെ സഹോദരങ്ങളെയും എനിക്ക് കാണാൻ അപേക്ഷ തരണം എന്നിങ്ങനെ പറയുമ്പോൾ ആ ഓഫീസർ പറയണം, ശരി നിനക്ക് വേണ്ട രജിസ്റ്റേർഡ് ഞാൻ ശരിയാക്കിക്കോളാം, അവർ വന്നു കഴിഞ്ഞാൽ എന്നെയും കൂടി പരിചയപ്പെടുത്തണം എന്നിങ്ങനെ പറയണം കേട്ടോ. അത് ശരി എന്ന് പറഞ്ഞതിന് ശേഷം അച്ചുവിന് ഫോൺ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അച്ചു ഫോൺ വാങ്ങിയിട്ട് ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക.